പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു CPM നേതാവ് കൂടി അറസ്റ്റിലായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയർ ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അജ്മൽ ദിറാർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, ഇതോടെ എത്ര പേർ ആകെ അറസ്റ്റിലായിട്ടുണ്ട്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിൽന, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നതിന് പിന്നാലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയായ CPM നേതാവ് ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായിരിക്കുന്നത്. മുൻ കൗൺസിലർ കൂടിയാണ് അദ്ദേഹം. ആറ്റുകാൽ വാർഡിലെ കൗൺസിലറായിരുന്ന ഉണ്ണികൃഷ്ണനെ ഇന്നിപ്പോ രാത്രിയോടെ അല്പസമയം മുമ്പാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന 5 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് സൂചന. ഇപ്പോൾ നിലവിൽ 19 പേരായിരുന്നു ഇന്ന് വൈകിട്ട് വരെ റിമാൻഡിലായ പ്രതികൾ. ഈ പോലീസ് ED ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങളും കല്ലും ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ 7 പ്രതികൾ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അവരെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജൂൺ 12 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് 12 പ്രതികളെ കൂടി ഈ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 19 പ്രതികളാണ് നിലവിൽ റിമാൻഡിലുള്ളത്. അത് കൂടാതെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണനെ കൂടി പ്രതിപട്ടികയിൽ പോലീസ് നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന ഉണ്ണികൃഷ്ണനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണനെ നിലവിൽ AR ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതില്ല. ശരി അജ്മൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.